സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു യുവാവ് ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി തേടി അഭിമുഖത്തിന് പോയി. അവൻ്റെ യോഗ്യത ശരാശരിയായിരുന്നു, അനുഭവം കുറവായിരുന്നു, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ അഭിമുഖം കഴിഞ്ഞപ്പോൾ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അവനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് ഇപ്പോൾ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ കാത്തിരിക്കാൻ അറിയാം, പഠിക്കാൻ അറിയാം, തിടുക്കപ്പെടുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. അവൻ ആ സ്ഥാപനത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വളർന്നു. പണവും സ്വാധീനവും പ്രശസ്തിയും നേടി. ഒരു ദിവസം അതേ ഉദ്യോഗസ്ഥൻ വീണ്ടും അവനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ അവന് എല്ലാം ഉണ്ട്, പക്ഷെ അവൻ ഇന്നും എല്ലാവരോടും മാന്യതയോടെ പെരുമാറുന്നു. ആ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പരീക്ഷിക്കപ്പെടുന്നത് 2 ഘട്ടങ്ങളിലാണ്. ഒന്നാമത്തേത് അവന് ഒന്നുമില്ലാത്തപ്പോൾ, രണ്ടാമത്തേത് അവന് എല്ലാം ഉള്ളപ്പോൾ. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത കാലങ്ങൾ വരും. അവസരങ്ങൾ കുറവായിരിക്കും, വിജയങ്ങൾ അകലെയായിരിക്കും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൈവരാത്ത ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആവശ്യമായത് കഴിവല്ല, ഭാഗ്യമല്ല, ക്ഷമയാണ്. കാരണം ക്ഷമ എന്നത് വെറുതെ കാത്തിരിക്കുകയല്ല, പ്രതീക്ഷ നഷ്ടപ്പെടാതെ കാത്തിരിക്കുക എന്നതാണ്. പരാജയങ്ങൾക്കിടയിലും മുന്നോട്ടു പോകുക എന്നതാണ്. വിത്ത് നട്ട ഉടനെ പഴം കിട്ടണമെന്ന് ആവശ്യപ്പെടാത്ത കർഷകൻ്റെ മനോഭാവമാണ് ക്ഷമ. പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരു പരീക്ഷ അതിനേക്കാൾ കഠിനമാണ്. അത് വിജയത്തിൻ്റെ പരീക്ഷയാണ്. കാരണം പരാജയം ചിലരെ തകർക്കും, പക്ഷേ വിജയം ചിലരെ മാറ്റിക്കളയും. പണം വന്നാൽ ചിലരുടെ ഭാഷ മാറും, അധികാരം വന്നാൽ ചിലരുടെ സമീപനം മാറും, പ്രശസ്തി വന്നാൽ ചിലരുടെ വിനയം നഷ്ടപ്പെടും. അപ്പോൾ വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്നത് മറ്റൊന്നാണ്, പെരുമാറ്റം. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മഹത്വം അയാൾക്ക് എന്തൊക്കെയുണ്ട് എന്നതിലല്ല, അയാൾക്ക് എല്ലാം ഉണ്ടായിട്ടും എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. ഒരു മരത്തെ പഴം കൊണ്ടാണ് തിരിച്ചറിയുന്നത്, ഒരു മനുഷ്യനെ അവൻ്റെ പെരുമാറ്റം കൊണ്ടും. തന്നെക്കാൾ താഴെയുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, തന്നെ സഹായിക്കാൻ കഴിയാത്തവരോട് എങ്ങനെ പെരുമാറുന്നു, അധികാരമില്ലാത്തവരോട് എങ്ങനെ ഇടപെടുന്നു, അവിടെയാണ് വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ. ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തരായ ആളുകൾ 2 തരം ഗുണങ്ങൾ ഒരുമിച്ച് കൊണ്ടു നടക്കുന്നവരാണ്. കാത്തിരിക്കേണ്ട സമയത്ത് അവർ ക്ഷമിച്ചു. നേടേണ്ടതെല്ലാം നേടിയപ്പോൾ അവർ വിനയത്തോടെ പെരുമാറി. അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് മാത്രമല്ല, ബഹുമാനിക്കപ്പെടുകയും ചെയ്തത്. ഇന്ന് നമുക്ക് സ്വയം 2 ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തപ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? അവിടെയാണ് എൻ്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നത്. എനിക്ക് ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചാൽ ഞാൻ എങ്ങനെ പെരുമാറും? അവിടെയാണ് എൻ്റെ സ്വഭാവം പരീക്ഷിക്കപ്പെടുന്നത്. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ സത്യമുണ്ട്. ഒന്നുമില്ലാത്തപ്പോൾ ക്ഷമ പാലിക്കാൻ കഴിയുന്നവൻ ഭാവിയെ നേടും. എല്ലാം ഉണ്ടായിട്ടും നല്ല പെരുമാറ്റം നിലനിർത്താൻ കഴിയുന്നവൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ നേടും. അതിനാൽ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തുന്ന ആ 2 നിയമങ്ങൾ ഓർക്കാം. ഒന്നുമില്ലാത്തപ്പോൾ ക്ഷമ, എല്ലാം ഉള്ളപ്പോൾ പെരുമാറ്റം. കാരണം വിജയത്തിലേക്ക് എത്തുന്നത് വലിയ കാര്യമല്ല, അവിടെ എത്തിയിട്ടും നല്ല മനുഷ്യനായി തുടരുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.